നമസ്കാരം. പെരിയാർ മത്സ്യക്കുരുതി SDPI റോഡ് ഉപരോധിച്ചു. ഉപരോധം പോലീസ് തടഞ്ഞു. മുപ്പത്തരം ഇടുക്കി കവലയിലാണ് സംഭവം. DYSP ശ്രീ പ്രസാദിന്റെ നേതൃത്വത്തിൽ 100ഓളം പോലീസ് ഉദ്യോഗസ്ഥരും കമാൻഡോ പോലീസുകളുമാണ് ഉപരോധം തടഞ്ഞത്. പോലീസ് വെച്ച ബാരിക്കേഡിലേക്ക് ഓടിക്കയറിയ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടയുകയായിരുന്നു. 100ഓളം SDPI പ്രവർത്തകർ മനക്കപ്പടി കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പെട്രോൾ പമ്പിന് സമീപം പോലീസ് തടഞ്ഞു. നേതാക്കളായ സ്വാദിഖ് ലുക്കര, ഫൈസൽ, സിയാദ് പറമ്പത്തോടത്ത് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. നമ്മളെ കൊണ്ട് കുടിപ്പിച്ച് ഇല്ലാ കൊല ചെയ്യാനും വേണ്ടി ഇവിടുത്തെ കുത്തക മുതലാളിമാരും അവരുടെ പണം വാങ്ങി ഓശാന പാടുന്ന അധികാരികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഈ പെരിയാറിലെ വിഷമാലിന്യം ഒഴുക്കിക്കൊണ്ട് ഇവിടുത്തെ മത്സ്യക്കുരുതി നടത്തുകയുണ്ടായി. അന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ PCB ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഉപരോധിക്കുകയും ചെയ്തു. അന്ന് മേലധികാരികൾ വന്ന് ചർച്ച ചെയ്തതിനു ശേഷമാണ് നാം അവിടെ നിന്നും പിരിഞ്ഞുപോയത്. അന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാകില്ല, ആ മത്സ്യങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊടുത്തുവിട്ടിരിക്കുകയാണ്, അതിന്റെ റിസൾട്ട് വരട്ടെ എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിന്റെ റിസൾട്ട് വന്നു. എന്നാണ് റിസൾട്ട് വന്നത്? റിസൾട്ട് വന്നപ്പോൾ മനസ്സിലാവുന്നത് മത്സ്യങ്ങൾക്ക് ശ്വാസം കിട്ടിയില്ല, ഓക്സിജൻ കിട്ടിയില്ല, അതുകൊണ്ട് ചത്തുപോയി എന്നാണ് പറഞ്ഞത്. അതായത് പേരിൽ എറണാകുളം ജില്ലയെ കുറിച്ചോ ഇവിടുത്തെ പെരിയാറിന്റെ പ്രതിസന്ധിയെ കുറിച്ചോ താൻ തന്നെ കുടിക്കുന്ന കുടിവെള്ളത്തിന്റെ പ്രയാസത്തെ കുറിച്ചോ അദ്ദേഹത്തിനുമൊന്നും കൃത്യമായി ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ വന്നിരിക്കുന്ന പ്രതിഷേധം ജനകീയമായ പ്രതിഷേധമാണ്. പാർട്ടി നടത്തുന്നു എന്നതിനപ്പുറത്ത് ഈ പ്രദേശവാസികളായ ഏതാണ്ട് പെരിയാറിന്റെ കുടിവെള്ളം കുടിക്കുന്ന 50 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾ, ആ ഗുണഭോക്താക്കൾ ക്യാൻസർ രോഗികളായും ഹൃദയം പൊട്ടിമരിച്ചും വൃക്കകൾ ചുരുങ്ങിയും ലങ്സുകൾ പാളിപ്പോയതുമായ നൂറുകണക്കിന് രോഗികളുടെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതുപോലെ തന്നെ വരും തലമുറക്ക് ഒരു കണ്ണോടുകൂടിയും പരന്ന മൂക്കോടുകൂടിയും താടിയലില്ലാതെയും കാലിന്റെ എല്ലുകൾ വളഞ്ഞും മജ്ജകൾക്ക് ക്യാൻസർ പിടിച്ചും വരും തലമുറ ഇടയാറിൽ പെറ്റുവിടാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തലമുറക്ക് കാവൽ നിൽക്കാൻ വരും തലമുറക്ക് അപകടപ്പെടുത്താതിരിക്കാൻ അതിനൊക്കെ കാരണക്കാരാകുന്ന ഏതാനും ചില കമ്പനികൾ ഇവിടെയുണ്ട്.
ആ കമ്പനികൾ ആരൊക്കെയാണെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് നന്നായിട്ടറിയാം. ഏതൊക്കെ കമ്പനികളാണ് പെരിയാറിലേക്ക് ഒരാൾക്ക് പോലും കടന്നു പോകാൻ കഴിയുന്ന വലിയ പൈപ്പുകൾ പെരിയാറിന്റെ അടിത്തട്ടിലേക്ക് ചായ്ച്ചു വെച്ചിരിക്കുന്നത് എന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾ വാൽവ് തുറന്നു വിട്ടുകൊണ്ട് ഈ മാലിന്യവും വിഷവും കൈപ്പുഴയിലേക്ക് തളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ പെരിയാറിന്റെ അടിത്തട്ടിൽ പോയി ഒലിച്ചു വരുന്ന വലിയ വലിയ കുഴലുകളിൽ നിന്ന് പടം പിടിക്കുകയും വീഡിയോയും ഫോട്ടോയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതിനു മുമ്പ് സമരത്തിന്റെ ഭാഗമായി കമ്പനിക്കാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പെരിയാറിലേക്ക് ചായ്ച്ചു വെച്ചിരിക്കുന്ന ഈ പൈപ്പുകൾ കോൺക്രീറ്റുകൾ ഇട്ടുകൊണ്ട് അടച്ചത് ഞങ്ങളുടെ കുട്ടികളാണ്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കുട്ടികളാണ്. അതുകൊണ്ട് അത്തരം കുഴലുകൾ കോൺക്രീറ്റുകളിട്ട് അടച്ചുകൊണ്ട് ഈ പോലീസ് സന്നാഹവും കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.